ബിസിനസ്സിനകത്ത് കടന്നു വരാനുണ്ടായ ഒരു കാരണം. രണ്ടാമത് ബിസിനസ്സിനകത്ത് കടന്നു വരാനുണ്ടായുള്ള കാരണം 40-ാമത്തെ വയസ്സിലാണ് ആക്ച്വലി ഞാൻ ബിസിനസ്സിനകത്ത് MI ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ്സിനകത്ത് ഞാൻ കടന്നു വരുന്നത്. അപ്പൊ എന്നോട് സംസ്കൃതി യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ചോദ്യം മാത്രമാണ്, ഇന്ന് ഓൾറെഡി ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളുകളും പുതിയ വന്ന ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം അത്ര മാത്രം. എന്നോട് പുള്ളി ചോദിച്ച ചോദ്യം എത്ര ഉള്ളൂ, അൽതാഫ് എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു, എത്ര വർഷം ജോലി ചെയ്തിരുന്നു? ഞാൻ പറഞ്ഞ എന്റെ 13-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി തുടങ്ങിയതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 40 വയസ്സായി. അപ്പൊ എത്ര വയസ്സ് വരെ? 27 വയസ്സ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കഠിനമായിട്ട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അൽതാഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഉണ്ട് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടേ ഇല്ല, അതല്ലേ ബാലൻസ് വേണ്ടത് അല്ലെ. ഞാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടേ ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഞാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടിൽ എന്തിനാ ബാങ്ക് അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ടിനകത്ത് വേണമെങ്കിലും പൈസ ഇടാം. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പൈസ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. കാരണം രാവിലെ വൈകുന്നേരം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ അത് പെരയിലെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. എനിക്കിന്നും ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന ഒരു സംഭവം വെച്ചാൽ എന്റെ മോള് എപ്പോഴും പറയും, ഇപ്പൊ നമുക്കൊരു കാർ വാങ്ങണം എന്നുള്ളൊരു പ്രശ്നം. ചെറുപ്പത്തിൽ മോള് ഇങ്ങനെ പറയും, എന്നോട് ഒരു കാർ വാങ്ങണം. അപ്പൊ ഞാൻ അന്നൊക്കെ മോളോട് പറയും പെര ആകട്ടെ എന്നിട്ട് കാർ വാങ്ങാം. കുട്ടിക്ക് റോഡ് കൂടെ പോകുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറയും മോളെ നമുക്ക് എന്തായാലും കാർ വാങ്ങാം, ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ. അന്ന് ഞാൻ വാടക കോട്ടേഴ്സിലാണ് എടുത്തത്. അപ്പൊ ഞാൻ മോളോട് പറയും ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർ വാങ്ങിക്കാം. ഞാൻ ഈ വീടായ സമയത്ത് ഞാനൊരു കാർ എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചു, കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചു. ഒരു 10,000-15,000 ആകുമ്പോഴത്തിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരും, അതായത് അപ്പൊ ഒന്ന് വേറെ എന്തെങ്കിലും വരും, അതായത് പോകാം. അപ്പൊ ഞാൻ മോളോട് മോളെ തൽക്കാലം നമുക്കിതൊന്നും നടക്കൂല, ഇത് കാർ എടുക്കണമെന്നും നമ്മളെ ലൈഫിനകത്ത് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം മക്കളോട് ഇത് പറയണല്ലോ, ചെറിയ മക്കളോട് നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു ബാപ്പക്ക് മക്കളോട് പറയാണ് നടക്കൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മോശക്കാരനായിട്ടുള്ള വാർത്തയുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവും. അല്ല, ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ച ചിന്ത ഇത്ര മാത്രമേ, നമ്മളെ ലൈഫിനകത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കും എന്ത്, എല്ലാ കാര്യം നമ്മൾ ലൈഫിനകത്ത് മാറ്റും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളെ സാമ്പത്തിക കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. 2018 ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനകത്ത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ച ചിന്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യ ഒരു 3 റംളാൻ ഒരൊറ്റ ചുരിദാറിന്റെ മുകളിൽ 3 റംളാൻ കഴിച്ചു കുടിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് പോലും ഞാൻ ചെറിയ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. മക്കൾ ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നില്ല. പാപ്പ ആയിക്കോട്ടെ ഇമ്മ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജ്യേഷ്ഠനോട് വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ അച്ഛനോട് വാങ്ങിച്ചോളൂ, എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇപ്പൊ പൈസ വളരെ കുറവാണ്, എന്നെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ലൈഫിനകത്ത് എല്ലാ കാര്യം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മളെ ലൈഫിനകത്ത് നമുക്ക് എന്ത് വേണം, ഈ വാപ്പനോടായാലും ഉമ്മനോടായാലും മക്കളോടായാലും ഭാര്യനോടായി കഴിഞ്ഞാലും ഇന്ന് എനിക്ക് എന്താ വേണ്ട സാധനം വാങ്ങിക്കാം, ഈ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനകത്ത് വളരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ എന്നും ഞാൻ പറയുന്നത്, എൻ്റെ മോന് ഒരു എന്നോട് എൻ്റെ മോനിങ്ങനെ ഒരു ഭാര്യ ഒരു കാര്യം പറഞ്ഞു, മോൻ എന്ത് സൈക്കിൾ വാങ്ങിക്കണം, കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കണം എന്നാണ്. അപ്പൊ സൈക്കിൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുണ്ടാ പോയാൽ സൈക്കിൾ എൻ്റെ ഒരു വണ്ടിന്റെ ബാറ്ററി മാറ്റാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, എന്നിട്ട് നീ മോനക്ക് സൈക്കിൾ മുണ്ടാവണമെന്നാണ്. ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ കുട്ടീന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? നമ്മളെ മക്കളെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുട്ടി അവനവിടെ നിന്ന് ഇങ്ങനെ കളിക്കാം മോൻ, അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു സൈക്കിൾ ഓൻ ചോദിക്കുന്നത് ഒരു 2,000 റുപ്യ 1,500 ഒരു സൈക്കിൾ നമുക്ക് വരുള്ളൂ. ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റില്ല. അപ്പൊ എന്നോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ മോശക്കാരനാവും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി എന്ത് മോശക്കാരനായാലും എനിക്കൊരു കുഴപ്പമില്ല. ലാസ്റ്റ് പിന്നെ മാർക്കം കഴിച്ച് കിടക്കുന്ന സമയത്ത് ഇവിടെ അടിയൻ എന്ത് ചെയ്തു, ഫോണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഡ്രസ്സൊന്നും കൊടുക്കണ്ട, ഒരു സൈക്കിൾ വാങ്ങി തഴുകൻ സൗദി അറേബ്യയിൽ നിന്ന് ഒരു പാർസൽ ചെയ്തിട്ട് ഒരു സൈക്കിൾ എന്ത് ചെയ്ത് വാങ്ങിച്ചു. എനിക്ക് ഇന്ന് ഓർമ്മ വന്ന സമയം. അപ്പൊ അത് വാങ്ങിച്ച സമയത്ത് എൻ്റെ വൈഫിനോട് ചോദിച്ചു എങ്ങനെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് എന്ത് മോശമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയും നമ്മളിങ്ങനെ മനസ്സിനകത്തൊരു കുത്താണത്. കാണാല്ലേ, എനിക്ക് കൈ കാലം എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരു മുടക്കാതിരക്കായിട്ട് വീട്ടിൽ നിൽക്കുന്നതാണ് നടക്കല്. കാരണം നമ്മൾ എന്തുകൊണ്ട് കഴിഞ്ഞാൽ 2 തനി കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ 2,000-3,000 എന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് വാടക കോട്ടേഴ്സിലാണ്, സാമ്പത്തിക ക്രൈസിസ് നല്ലോണ്ട്, വാടക കൊടുത്തു കഴിയണം, കറണ്ട് ബില്ല് അടക്കണം,
ചെലവ് കഴിയണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ബാലൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ളതിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ ദൈവം എന്ത് ചെയ്യില്ല, ഒരിക്കലും പോയില്ല. സത്യസന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാം, എല്ലാവരോടുള്ള ഏറ്റവും വലിയൊരു സംഭവം ജെന്യൂനാണ്, നിങ്ങൾ റൈറ്റ് ആണ്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നടത്തും, യാതൊരു സംശയമില്ല. കാരണം എന്താ, എന്റെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു ഒരു വീടെടുക്കാൻ. വീടെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമായി കിടക്കുന്ന സമയത്താണ്. കാരണം എനിക്ക് സ്ഥലമില്ല, കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഞാൻ കടബാധ്യത ഉണ്ടാക്കിയിട്ട് ഒക്കെ തീർത്തു. വാടക കോട്ടേഴ്സിലാണ്, എങ്ങനെയെങ്കിലും ഒരു വീട് എടുക്കും. അപ്പൊ എന്നോട് പള്ളി കമ്മിറ്റിയും നാട്ടുകാരും എന്നോട് പറഞ്ഞ സംഭവത്തിൽ മാത്രമേ ഉള്ളൂ, വീടെടുക്കാനുള്ള ക്യാഷ് എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തു, പക്ഷെ സ്ഥലം വാങ്ങിക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം. അത് അൽത്താഫ് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കമ്മിറ്റി ഒക്കെ പാടെ കൂടിയിട്ട് നമുക്ക് ഒരു വീട് എങ്ങനെയെങ്കിലും കയറി താമസിക്കാൻ പറ്റിയ സിറ്റുവേഷനകത്ത് ആക്കി തരാം. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പാടെ കൂടി പറ്റും. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വൈഫിന് കിട്ടിയ ഒരു ഭാഗം കിട്ടിയ സ്ഥലം ഞാൻ അവിടുന്ന് അവിടെ വിറ്റിട്ട് എന്റെ നാട്ടിൽ ഞാൻ 9 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ഞാൻ അതിനകത്തൊരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നെ പള്ളി കമ്മിറ്റിയും നാട്ടുകാരും സക്കാത്ത് കമ്മിറ്റിയും എല്ലാവരും ഫണ്ടൊക്കെ ചെയ്തിട്ട് എന്നെ ചെയ്തൊരു വീട്ടിൽ താമസിക്കുന്ന രീതിയിൽ മാറ്റി. അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്തായാലും ശരി ഒരു അടുക്കളയും തേക്കാം, മിറ്റും തേച്ചിട്ട് ഉള്ളു അടിയൊന്നും ഇട്ടാൽ നമുക്ക് നേരെ കയറി ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ മുതലാളിക്ക് ഇന്ന് ഓർമ്മ, എൻ്റെ മുതലാളി ഫിറോസ്ക വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ വീടിന്റെ പണിയെടുത്ത്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഫിറോസ്ക, ഉള്ളു ഒരു ബെഡ്റൂം ഒരു കിച്ചണും പാടെ കൂടി തേച്ചിട്ട് ഞാൻ അടുത്ത മാസം എന്തായാലും കയറി താമസിക്കാൻ വേണ്ടി പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ താമസിക്കുന്ന ഒരു മാസം പാടെ അങ്ങോട്ട് നീട്ടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് 1 ലക്ഷം രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ തേപ്പ് ഉള്ളു കംപ്ലീറ്റ് തീർത്തിട്ട് അടിയിലാതെ ടൈല് ഞാൻ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ അടിയിട്ട് ടൈല് ഇട്ടിട്ട് ഒരു മാസം പാടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ കയറി താമസിച്ചു. ബാക്കി എൻ്റെ വീടിന്റെ ചുറ്റുവട്ടം പരിസരം ഒന്നും തേക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ രീതിയിനകത്ത് വീട് താമസിച്ചാൽ അതിനകത്ത് കംപ്ലീറ്റ് നാട്ടുകാർ ചെയ്തിരുന്ന സഹായത്തോടു കൂടി ആ ലെവലിൽ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 4.25 ലക്ഷം രൂപ എനിക്ക് ലയബിലിറ്റി. കാരണം ആ ലെവലിൽ എത്തിയപ്പോൾ 4.25 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. കാരണം ആ ലെവലിൽ എത്തിയപ്പോൾ തന്നെ അടിയിടാതെ കയറാൻ വേണ്ടി സിറ്റുവേഷൻ കരുതിയപ്പോൾ തന്നെ ഓൾറെഡി 4.25 ലക്ഷം രൂപ ലയബിലിറ്റി ഉണ്ട്. അപ്പൊ മോൻ കരുതി ഒരു മുട്ടായി പിടിക്കും.